96 വി ഡി സതീശൻ തോറ്റതാണ്. പക്ഷെ 2001 പിറവത്ത്, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് നിന്ന് അദ്ദേഹം ജയിക്കാൻ തുടങ്ങിയത്. 2026 എത്തിയിരിക്കുമ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് 102 സീറ്റുമായിട്ട്, UDFന്റെ തന്നെ ചരിത്രത്തിലെ വലിയൊരു വിജയമായിട്ട്, നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ചീഫ് മിനിസ്റ്റർ ആയിട്ട്. അതേപോലെ 2006 കുഞ്ഞാലിക്കുട്ടി സാഹിബ് തൻ്റെ രാഷ്ട്രീയ വിദ്യാർത്ഥിയോട് വലിയ പരാജയം ഏറ്റുവാങ്ങിയതാണ്. അന്ന് ആളുകൾ പറഞ്ഞു മുസ്ലിം ലീഗ് തീർന്നു, ഇയാളുടെ ലീഡർഷിപ്പ് പോരാ. പക്ഷെ 2026 കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭയിലേക്ക് പോകുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടാണ്. ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾ വായിക്കും, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ആരാണ്? കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതും മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നമ്പറുമായിട്ട്. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ പത്രത്തിൽ ഫ്രണ്ടിൽ ചിരിച്ചോണ്ട് കുറേ ആളുകളെ കാണുന്നില്ലേ? രമേശ് ചെന്നിത്തല, KC, CP ജോൺ, അനൂപ്, ഇവരൊക്കെ ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും തോറ്റവരാ. പക്ഷെ ഇവരൊന്നും തോൽവിയെ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് കണ്ടിട്ടില്ല. അതൊക്കെ ഒരു കോമ മാത്രമാണ്. പിന്നെയും സെന്റൻസുകൾ ബാക്കിയുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സാം തോൽക്കുന്നുണ്ട്, ജോലി നഷ്ടപ്പെടുന്നുണ്ട്, ബിസിനസ്സുകൾ പൊട്ടിപ്പോകുന്നുണ്ട്, റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആവുന്നുണ്ട്. പക്ഷെ ഈ രാഷ്ട്രീയക്കാർ ഇന്നത്തെ ദിവസം നമ്മളോട് പറയുന്നത് അതൊക്കെ ഒരു കോമ മാത്രമാണ്. സെന്റൻസ് ഹബീബി ബാക്കി ഹേ.